ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു സീബ്ര കേക്കിൻ്റെ റെസിപ്പിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ സൈഡൊക്കെ ഇങ്ങനെ സീബ്രയുടെ ഒരു കണക്കുണ്ടല്ലോ, ഇതാ ഈ ഒരു കണക്കിന് ആണ് ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കൽ മാർബിൾ കേക്ക് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലത്തെ ഒരു കേക്ക് ഞാൻ ചെയ്ത് കാണിച്ചു തരാമെന്ന്. അപ്പം ഇന്ന് ഇത്രയും പെർഫെക്റ്റായിട്ട് ഈ ഒരു സൈഡിൽ ഇതുപോലെ സീബ്രയുടെ പോലെയുള്ള ഒരു വര പോലെ കാണുന്നുണ്ടോ? അപ്പോൾ ഇതാണ് കറക്റ്റായിട്ട് നമ്മൾ സീബ്ര കേക്കിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നും ഈ ഒരു രീതിയിലോട്ട് നമ്മൾ എങ്ങനെയാണ് എത്തിക്കുന്നതെന്നും ഉള്ളതാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാമേ. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് ഒരു കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറാണ്. ഇത് ഡാർക്ക് കൊക്കോ പൗഡറാണ് ഏറ്റവും ബെസ്റ്റ്, അത് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ സോഡ പൗഡറും 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു 1/2 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് ഗ്രാനുൾസ് ആയിട്ടുള്ള പഞ്ചസാര, പിന്നെ വേണ്ട വാനില എസൻസ്, പിന്നെ 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ, പിന്നെ വേണ്ടത് 3 മുട്ട. ഇത്രയാണ് നമുക്കിതിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത്. ഇനി വേണ്ടത് ഒരു സീവർ എടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മൈദയും പിന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇതിലോട്ടിടാം. കൊക്കോ പൗഡർ ഇതിൽ ഒരിക്കലും ഇപ്പോൾ ഇടരുത് കേട്ടോ. ഇനി ഇത് ഒരു 3 പ്രാവശ്യം നമുക്ക് നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഒരു കേക്ക് ടീൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ റൗണ്ട് ടീനാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഗ്രീസ് ചെയ്ത് മൈദയൊക്കെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിംഗ് ബൗൾ ആവശ്യമുണ്ട്. അതിലേക്ക് ഈ 3 മുട്ട ഇപ്പം പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഇതുപോലത്തെ റൗണ്ട് മിക്സിംഗ് ബൗളാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ഒന്ന് ഫ്ലഫി ആയിട്ടൊക്കെ നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പും ഒരു ടീസ്പൂണോളം വാനില എസൻസും ചേർത്ത് ജസ്റ്റ് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ ഒരു കണക്ക് ജസ്റ്റ് ഈ ഒരു മഞ്ഞ കളറൊന്ന് ശകലൊന്ന് മാറി വരുന്ന ഒരു സ്റ്റേജ്. ഞാൻ പല പ്രാവശ്യം നമ്മുടെ കേക്കിൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ 1/4 കപ്പ് ഉണ്ടല്ലോ, അതിൽ 1/3 നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാനിപ്പം വീഡിയോ നല്ല സ്പീഡാക്കിയിട്ടുണ്ട്, ബീറ്ററും നല്ല സ്പീഡാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ മിക്സിംഗ് ബൗളും കൂടെ നന്നായിട്ടൊന്ന് ചുറ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ പഞ്ചസാരയൊക്കെ നമുക്ക് സൈഡിലിരിക്കുന്നതൊക്കെ നമുക്ക് മാറിക്കിട്ടും. ഇനി വേണ്ടത് സെക്കൻഡ് ബാച്ച് നമുക്കതിൻ്റെ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എത്രത്തോളം നന്നായിട്ട് ബീറ്റ് ചെയ്യുക, പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വരുമോ അത്രത്തോളം കേക്ക് നല്ല എയറി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പഴയ ചാനൽ, എൻ്റെ പഴയ ഇത് നോക്കിയാലും എല്ലാം ഇതിൻ്റെ കേക്കിൻ്റെ കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ഒരു കണക്കാകുമ്പോൾ നമുക്ക് 3rd ബാച്ച് കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇനി നല്ല സ്പീഡ് 5-ൽ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പം എങ്കിലേ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വരുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് എപ്പോഴും കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് എപ്പോഴും ക്ലിയർ ആയിട്ട് കറക്റ്റായിട്ട് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കണക്ക് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ നോക്കുമ്പോൾ ചെറിയൊരു റിബൺ കൺസിസ്റ്റൻസി ആയി വരണം കണ്ടോ. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഫോം. ഈ ഒരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇത് ചേർത്താൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബീറ്റർ സ്പീഡ് 1-ലിട്ട് ഒരു 30 സെക്കൻഡ് മാത്രമേ നമ്മൾ ബീറ്റ് ചെയ്യാവൂ കേട്ടോ. ഓവർ ബീറ്റിംഗ് ഒന്നും വരാൻ പാടില്ല. അപ്പം അത് അതായിക്കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ഇവിടെ കറക്റ്റായി വരും കേട്ടോ. അപ്പോൾ ഞാനൊരു 30 സെക്കൻഡ് മാത്രമാണ് ഞാനിപ്പോൾ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി റിബൺ കണ്ട, ഇതാണ് നമ്മുടെ കറക്റ്റ് കേക്ക് കറക്റ്റാണെന്ന് അറിയാനായിട്ടുള്ള ഫസ്റ്റ് മെത്തേഡ് ഇതാണ്. ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു വിസ്ക് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ പൊടി ഉണ്ടല്ലോ, അതും ഇതുപോലെ 1/3 നമുക്കൊന്ന് ഇപ്പോഴൊന്ന് ചേർത്ത് നമുക്ക് കട്ട് ആൻഡ് ഫോൾഡ് എന്നുള്ള രീതിയിലോട്ടാണ് നമ്മൾ എപ്പോഴും ബാറ്റർ മിക്സ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലാതെ കുത്തിപ്പിടിച്ച് എങ്ങനെയെങ്കിലും ചെയ്യരുത്, കട്ട് ആൻഡ് ഫോൾഡ് എന്നുള്ള രീതിയിൽ തന്നെ ചെയ്യണേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ ഒന്ന് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം പാല് ചേർക്കാം. ശകലം കട്ടി തോന്നിക്കുന്നുകൊണ്ടാണ് പാല് ചേർത്തത്. അപ്പോൾ ആ കാക്കി ചേർത്ത് ഇനി 3rd ബാച്ച് ഇവിടെ ഒന്ന് ചേർക്കാം കേട്ടോ. അതിവിടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവിടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് ഓവൻ സെറ്റപ്പ് ഒന്ന് ചൂടാക്കാൻ വെക്കാം. അപ്പം ഓവനിലാണ് വെക്കുന്നവർ ഓവൻ ഈ സമയം ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഞാനിപ്പം ഓവൻ സെറ്റപ്പിലാണ് റെഡിയാക്കുന്നത്. ഇനി നമുക്ക് ഈ സ്പാച്ചില കൊണ്ട് നമ്മുടെ ഈ സൈഡിൽ ഇരിക്കുന്ന എല്ലാം ബാറ്ററൊക്കെ ഒരുമിച്ചാക്കി വെക്കാം.
അത് കാണിച്ച എവിടെയെങ്കിലുമൊക്കെ ഇതിൻ്റെ ഒരു പാലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ബാറ്ററിന് രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് വയ്ക്കാം. കാരണം നമുക്ക് ചോക്ലേറ്റിൻ്റെ ഒരു കേക്ക് കൂടെ ഒരു ബാറ്റർ കൂടെ റെഡിയാക്കാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ രണ്ടായിട്ട് ഞാനിപ്പോൾ പകുതിയാണ് ഇപ്പം ഒന്ന് മാറ്റിയത്, വാനിലയുടെയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ബാറ്ററാണ് റെഡിയാക്കാൻ. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂണ് നമ്മുടെ കൊക്കോ പൗഡർ മാറ്റി വെച്ചിരുന്നല്ലോ. അപ്പോൾ അത് ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്, അതിൽ മിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 1/2 കപ്പോളം നമുക്ക് നമ്മുടെ വാനിലയുടെ ബാറ്റർ ഒന്ന് എടുത്ത് ഇത് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനാദ്യം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മറ്റിലോട്ട് ചേർക്കാം, ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ആവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനാദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ നല്ല കട്ടിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പാൽ ഇതിൽ ചേർത്ത് നമുക്കൊന്ന് ലൂസൺ ചെയ്യണം കേട്ടോ. അതിനാണ് ആ പാൽ ഞാൻ നേരത്തെ കുറച്ച് മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ ആ പാലൂടെ ചേർത്ത് ഒന്ന് ലൂസാക്കിയ ശേഷം വേണം നമുക്ക് ഈ വലിയ ബൗളിലോട്ടൊന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒന്ന് ലൂസാക്കാം. നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് കൊക്കോ പൗഡർ ആകുമ്പോഴത്തേക്കും അത് ഇത്തിരി നമ്മൾ സാധാരണ പോലെയല്ല, കുറച്ചൊന്ന് നമുക്കത് ബുദ്ധിമുട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനെ വലിയ ബൗളിലുള്ളതിലോട്ടൊന്ന് മാറ്റി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം വാനില റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ചോക്ലേറ്റും ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി സെറ്റിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കിയ കേക്ക് ടീറ്റിനെ എടുക്കാം, ഒപ്പം ഒരേപോലെ 2 സ്പൂണും എടുക്കാം. ഓരോരോ സ്പൂൺ ഒഴിച്ച് നമുക്കിതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ച് വെക്കാം കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം വാനില ഒഴിക്കുക, പിന്നെ അതിൻ്റെ മീതെ ഒഴിച്ച് ഈ ഒരു കണക്കിനാക്കാം. ഇനി നമുക്കൊരു ഡിസൈൻ കൊടുക്കണം. അപ്പോൾ അതിനൊരു നമ്മുടെ സ്ക്വയർ ഉണ്ടല്ലോ, അതൊന്ന് എടുത്ത് വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഒരു ഫ്ലവറിൻ്റെ ഒരു ഡിസൈനൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ സാധാരണ ഇത് കുട്ടിക്കും ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു പുറം കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. അത് റെഡിയാക്കിയിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞേ. ഇനി നമുക്ക് ഓവനൊന്ന് റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയം ഓവനൊന്ന് റെഡിയാക്കി അതിലോട്ട് വയ്ക്കുക. ഞാനിപ്പോൾ ഓവൻ സെറ്റപ്പിലാണ് വെച്ചിട്ട് ഇനി ഒരു 40-45 മിനിറ്റ് വേണ്ടി വരും കേട്ടോ. നമുക്ക് കുറച്ച് സമയം എടുക്കും. ഇതായിട്ടുണ്ട്, ഞാൻ 45 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇതെടുത്തത്. നമുക്കൊന്ന് സൈഡൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കുത്തി നോക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കൈയൊന്നും പൊള്ളിക്കാതെ പതിയെ ഒന്ന് ഇത് ഇറക്കി ഒന്ന് വെക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ സീബ്ര കേക്ക് എന്ന് പറയുന്ന കേട്ടോ. അപ്പോൾ ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഓവൻ സെറ്റപ്പിൽ തന്നെയാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പം ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ഏത് രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് നോക്കാനായിട്ട് ഈ ഒരു കണക്കിനെ കണ്ടോ, ഈ ഒരു ഇതുപോലെയാണ് വരേണ്ടത്. ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടല്ലോ. അപ്പം ഇതുപോലെ സൈഡിൽ നമുക്ക് ഈ സീബ്രയുടെ ഒരു വര കാണുന്നില്ലേ, അതുപോലെ ഇതുപോലെ ആണ് വരേണ്ടത്. ഇതാണ് കറക്റ്റായിട്ടുള്ള ഒരു ഫോം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇത് വളരെ എളുപ്പമല്ലേ ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ആ മാവ് ഒഴിക്കുന്നത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഇത്രയും കറക്റ്റാണ്, ഡിസൈനൊക്കെ കറക്റ്റാണ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ വളരെ ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ പറഞ്ഞില്ല, പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത് നമ്മൾ മറ്റേ മാർബിൾ കേക്കും ഏകദേശം ഇത് തന്നെയാണ്, ബാറ്ററൊക്കെ ഇത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഒഴിക്കുന്നതിൻ്റെ രീതി മാത്രമാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ ഞാൻ അതും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കിയാൽ അത് കിട്ടും, അതിൻ്റെ വീഡിയോയും കിട്ടും കേട്ടോ. അപ്പോൾ അതും എല്ലാവരും ഒന്ന് കണ്ടിട്ട് അതും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇനി വെക്കേഷനൊക്കെയാണ് വരാൻ പോകുന്നത്, ഓണ വെക്കേഷനൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇനി ബേക്കറിയിൽ നിന്നൊന്ന് വാങ്ങിച്ചു കൊടുക്കാം. നമ്മുടെ ഇതുപോലെ തന്നെ വീട്ടിൽ തന്നെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെ എൻ്റെ റെസിപ്പി മുഴുവനും. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കിയിട്ട് എന്നെ ഒന്ന് കമൻറ്റിലൂടെ ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.